ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 88 നമ്മൾ ഉത്തരാർജിതത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത്. ഇത് ദേവത സോമമാണ്, അല്ലേ? സോമനാണ്. സോമം എന്താണെന്ന് അറിയാമല്ലോ. ഏതോ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന വസ്തുവെ സോമം എന്ന് പറയാം. സോമൻ എന്ന് പറയുമ്പോൾ ചന്ദ്രനു എന്നും അർത്ഥമുണ്ട്. ചന്ദ്രനാണ് പൊതുവെ വസ്തുക്കളുടെ എല്ലാം ഇൻപുട്ട് വസ്തുക്കളുടെ എല്ലാം കാരകത്വം ചന്ദ്രനാണ്. അപ്പോൾ 248 എന്താണ് പറയുന്നത് നോക്കാം. ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടത്. സോമം എന്ന് പറയുന്നത് ദേവന്മാർക്ക് ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, അതിൻ്റെ അടിസ്ഥാന വസ്തുവിനാണ് സോമം എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാത്ത ദേവൻ എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ദ്രനാണെങ്കിൽ എല്ലാ യജ്ഞങ്ങളും പൂർത്തീകരിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രനാണ് നമ്മൾ സോമം കൊടുക്കുന്നത്. അപ്പം ഇന്ദ്രൻ അതിനെ പുതിയൊരു വസ്തുവാക്കിയിട്ട് മാറ്റും. അതുകൊണ്ട് ദേവതകൾക്ക് ഇഷ്ടപ്പെട്ടതും രസം നിറഞ്ഞതുമായ, രസം നിറഞ്ഞത് എന്ന് പറഞ്ഞാൽ, രസം എന്ന് പറഞ്ഞാൽ സത്ത എന്ന അർത്ഥമുണ്ട്. അപ്പം എല്ലാ വസ്തുവിൻ്റെയും സത്ത, അതിൽ നിന്നാണ് വസ്തു ഉണ്ടാകുന്നത്. പഞ്ചസാര ഉണ്ടായിരിക്കുന്നത് പഞ്ചസാരയുടെ ഏറ്റവും സൂക്ഷ്മമായ, അതിനാണ് തന്മാത്ര എന്ന് പറയുന്നത്. ആ പഞ്ചസാരയുടെ തന്മാത്ര കൂടിയതാണ് പഞ്ചസാര. കുറേ തന്മാത്രകൾ, പഞ്ചസാരൻ്റെ മോളിക്യൂൾ കൂടിയതാണ് പഞ്ചസാര. അപ്പോൾ അതിൻ്റെ രസം രസരൂപധാരിയാണ്. അതോട് വേഗം വന്നെത്താൻ പറയുകയാണ്. എവിടെ വന്നെത്താൻ? സോമയാഗം നടത്തുമ്പോൾ അതിലേക്ക് പിഴിഞ്ഞെടുക്കുമ്പോൾ ആ നീരിനാണ് സോമം എന്ന് പറയുന്നത്. സോമലത പിരിഞ്ഞ നീരിനും സോമം എന്ന് തന്നെ പറയുന്നത്. അതുപയോഗിച്ചിട്ടാണ് കൃത്രിമമായിട്ട് മഴ പെയ്ക്കുന്നത്. അപ്പോൾ ആ സോമത്തോട് വേഗം എത്തിച്ചേരുവാൻ പറയുകയാണ്. ഇനി 249 യാഗകർത്താവ്, യാഗം ചെയ്യുന്ന ആൾക്കാർക്ക് സംസ്കാരം ചേർത്തുകൊണ്ട്, സംസ്കരിച്ചുകൊണ്ട്, ഈ വസ്തുക്കളെയെല്ലാം സംസ്കരിച്ചുകൊണ്ട് അത് പ്രയോഗിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്നും യഥാവിധി മഴ വർഷിക്കട്ടെ. അപ്പം അങ്ങനെ നമ്മൾ സംസ്കരിച്ചെടുത്ത സോമത്തെ അന്തരീക്ഷത്തിലേക്ക് അയക്കുമ്പോൾ, അഗ്നിയിൽ ഹോമിച്ചിട്ട് അന്തരീക്ഷത്തിലേക്ക് അയക്കുമ്പോൾ അത് മഴയായി വർഷിക്കട്ടെ. എങ്ങനെയാണ് മഴയായി പെയ്യുന്നത്? അത് മുകളിൽ ചെന്ന് മേഘങ്ങളെ കൂട്ടി യോജിപ്പിച്ചിട്ട് മഴയായിട്ട് പെയ്യിക്കും. ആ മഴയ്ക്ക് മുമ്പിൽ നമ്മൾ പ്രണമിക്കുന്നു. എന്തുകൊണ്ടാണ് മഴയെ പ്രണമിക്കുന്നത്? സോമം പോയിട്ട് പെയ്യിക്കുന്ന കൃത്രിമ മഴയാണ്. മഴയില്ലാത്ത കാലത്താണ് ഉഷ്ണം കൊണ്ട് നട്ടം തിരിയുമ്പോൾ, ചെടികളെല്ലാം വരളുമ്പോൾ, ഉണങ്ങുമ്പോൾ, മൃഗങ്ങളെല്ലാം ദാഹം സഹിക്കാതെ അങ്ങനെ വരണ്ടിരിക്കുമ്പോൾ ഭൂമി, അപ്പോഴാണ് കൃത്രിമ മഴ പെയ്യിക്കുന്നത് ഈ സോമയാഗത്തിലൂടെ. അതുകൊണ്ട് ആ മഴയെ നമ്മൾ പ്രണമിക്കുന്നു. ഇനി 250 ദേവന്മാരെല്ലാം ദ്വിലോകത്തിൻ്റെ മുകളിലായി ഒത്തുചേരുന്നു. അതായത് മുകളിൽ ദേവന്മാർ ഒത്തുചേർന്നു. ഏത്? ഈ സോമം അങ്ങോട്ട് ചെല്ലുമ്പോൾ. നമ്മൾ സോമലതയെല്ലാം പിഴിഞ്ഞ് സംസ്കരിച്ച് പാലെല്ലാം ചേർത്ത് അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ ഇതങ്ങ് മുകളിലേക്ക് ഉയരുമ്പോൾ ദേവതകളെല്ലാം മുകളിലായി ഒത്തുചേർന്നു. ഏതെല്ലാം മുകളിലുള്ള ദേവതകൾ ഏതെല്ലാം? പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവത ആണെങ്കിൽ അവിടെ മഴ പെയ്യിപ്പിക്കുന്ന കാറ്റ് ദേവതയാണ്. മേഘങ്ങൾ, ചാർജുള്ള മേഘങ്ങൾ ദേവതയാണ്. മേഘങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഇന്ദ്രൻ ദേവതയാണ്. ഇതെല്ലാം ഇതിൽ വരുന്നതും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? എന്നിട്ട് വേണം ഇതവിടെ എത്തുമ്പോൾ പെട്ടെന്ന് മേഘങ്ങൾ കൂടിച്ചേരും. അപ്പം മഴയാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു മുകളിലാണ് സോമം മന്ദഗതിയിലായിത്തീരുന്നത്. അതായത് അഗ്നിയിൽ അർപ്പിക്കുന്ന സോമം മുകളിലെത്തുമ്പോൾ വളരെ വേഗത കുറഞ്ഞ് ആ മേഘത്തിൻ്റെ മുകളിലെത്തുമ്പോൾ, മേഘത്തിൻ്റെ ഇടയിൽ, മേഘങ്ങളുടെ ആ പ്ലേസിൽ എത്തുമ്പോൾ
അത് മന്ദഗതിയിലാവും. ആ സോമമാണ് ഇവിടെ അനേകം ധാരകളായിട്ട് പിഴിയുമ്പോൾ പാത്രത്തിൽ ഇറ്റിറ്റ് വീഴുന്നത്. അത് പിഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന മന്ത്രങ്ങളാണ് ഇറ്റിറ്റ് വീഴുന്നത്. ഇനി 251. സംസ്കരിക്കപ്പെട്ട സോമം ദീപ്തി ധരിച്ചുകൊണ്ട്, ദീപ്തി എന്ന് പറഞ്ഞാൽ പ്രകാശം, അത് പ്രകാശിക്കുന്ന തരത്തിലാണ്. എന്തുകൊണ്ട്? ഈ ഇടിച്ചു പിഴിഞ്ഞ സോമം അയനൈസ്ഡ് ഫോമിലാണ്. ചിലപ്പോൾ അത് കൂടിച്ചേരും, അപ്പം ശബ്ദമുണ്ടാകും, ഒരു പ്രകാശം, അതാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് അത് ദേവന്മാരെയും പ്രകാശം തികഞ്ഞവരാക്കി. അത്രയും ആക്റ്റീവായിട്ട് അവിടെ പോകുമ്പോൾ ആ സോമം എന്ത് ചെയ്യും? അവിടെയുള്ള ദേവതകളെയും ആക്റ്റീവാക്കും. അവിടെയുള്ള ദേവതകൾ എന്താണ്? വായുവുണ്ട്, മേഘങ്ങളുണ്ട്, ഇന്ദ്രൻ, ഇവയെ യോജിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ദ്രനുണ്ട്. അവരെയെല്ലാം പ്രകാശവാന്മാരാക്കി എന്ന് പറഞ്ഞാൽ അവരെല്ലാം ആക്റ്റീവായി. ഇതാണ്, അങ്ങനെയുള്ള സോമമാണ് ഈ പാത്രത്തിലേക്ക്, പിഴിഞ്ഞെടുക്കുന്ന പാത്രത്തിൽ ശീഘ്രത്തിൽ, വേഗത്തിൽ, ബലത്തോടുകൂടി പതിക്കുന്നത്. പിഴിയുമ്പോൾ അവർ പാടുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പിഴിഞ്ഞ് പാത്രത്തിലേക്ക് ഇറ്റിറ്റ് വീഴുന്ന സമയത്ത് പറയുന്ന മന്ത്രങ്ങളാണ് ഇത്. ഇനി 252. സംസ്കരിക്കപ്പെട്ട സോമം, അങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ് പാലെല്ലാം ചേർത്ത് സംസ്കരിച്ച സോമം ദൂരത്തിലെത്തും. എവിടെയെത്തും? അങ്ങ് ആകാശത്തിൽ മേഘങ്ങളുടെ സ്ഥലത്ത് ദൂരത്തിലെത്തും. അവയുടെ സമീപത്തിലും എത്തും. അവയുടെ സമീപത്തിലെത്തുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ദേവന്മാരുടെ സമീപത്തിലെത്തിയിട്ട് അവയുടെ രസത്താൽ നനക്കുന്നു. അവിടെ എത്തുമ്പോൾ അവിടെയുള്ള ദേവന്മാരാരാണ്? വായുവുണ്ട്. ഈ മേഘങ്ങളുടെ ഇടക്ക് വായുവുണ്ട്, അതിനെ നനക്കും. ഈ സോമം അവിടെ ചെയ്യുമ്പോൾ അതിനെ നനച്ചിട്ട് അവിടെ ചാർജുള്ള കണങ്ങളായി മാറും. അപ്പം മേഘങ്ങൾക്ക് പെട്ടെന്ന് കൂടിച്ചേരാൻ പറ്റും. കാരണം അയനൈസ്ഡ് മീഡിയം അയനൈസ് ചെയ്യും. കെമിസ്ട്രിയിൽ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. മേഘങ്ങൾ രണ്ടും ദൂരെ നിൽക്കുകയാണ്. പോസിറ്റീവ് നെഗറ്റീവുള്ള മേഘങ്ങൾ കൂടിച്ചേരുന്നില്ല. നടുവിൽ വായുവുണ്ട്. വായുവിലോട്ട് ഇത് കറണ്ടിന് പാസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അയനൈസ് ചെയ്യുമ്പോൾ സോമം എത്തിച്ചേരുമ്പോൾ അത് കണ്ടക്ഷൻ പെട്ടെന്ന് നടക്കും. അവർക്ക് പെട്ടെന്ന് കൂടിച്ചേർന്ന് മഴയായിട്ട് പെയ്യാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കുള്ള ദേവതകൾ എന്ന് പറഞ്ഞാൽ വായുവാണ്. ആ വായുവിനെയല്ല അത് നനക്കുന്നു. ആർക്ക് വേണ്ടി? ഇന്ദ്രന് വേണ്ടി. ഇന്ദ്രൻ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്? ഇന്ദ്രനാണ് ഈ മേഘങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മഴയായി പെയ്യിപ്പിക്കാൻ. പക്ഷെ പറ്റുന്നില്ല, നടുവിൽ വായു ഉള്ളത് കൊണ്ട്. പക്ഷേ ഈ വായുവിൻ്റെ നടുക്ക് ഈ അയനൈസ്ഡ് സോമം എത്തുമ്പോൾ പെട്ടെന്ന് കൂടിച്ചേരും. ഇനി 253 ശ്രോതാക്കൾ അപ്പം എന്ത് ചെയ്യുകയാണ്? സ്തുതിഗീതങ്ങൾ ഒരുമിച്ചുയരുന്നു അവരിൽ നിന്ന്. വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. വേദമന്ത്രങ്ങളിലോട്ട്, വേദമന്ത്രം എന്ന് പറഞ്ഞാൽ സോമം സംസ്കരിച്ചെടുക്കുന്നതിനെ പറ്റിയുള്ളത്, എങ്ങനെ അഗ്നിയിൽ അർപ്പിക്കണം, എങ്ങനെ അയക്കണം, ഇതെല്ലാം പറയുന്ന ശാസ്ത്രതത്വങ്ങളാണ് വേദമന്ത്രങ്ങൾ, സ്തുതിഗീതങ്ങൾ എന്നെല്ലാം പറയുന്നത്. അപ്പം അവിടെ ഇരിക്കുന്നവരെല്ലാം മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രന് കുടിക്കുവാൻ വേണ്ടിയിട്ട് സോമം പാറക്കല്ലുകളിലാണ് ചതച്ചരക്കുന്നത്. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഇന്ദ്രന് കുടിക്കാനുള്ള ഈ സോമം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? സോമലത എടുത്തിട്ട് പാറക്കല്ലിൽ വെച്ചിട്ട് ഇടിച്ച് പിഴിയുകയാണ്. ഇനി 254 സോമം പിഴിയാൻ പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്ന വിരലുകൾക്ക് എന്തുണ്ട്? ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിരലുകൾ കൊണ്ട് വേണം പിഴിയാൻ. അപ്പം പിഴിയാനുള്ള സോമ സംസ്കരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിരലുകളെല്ലാം അങ്ങനെ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ്. ഇടിച്ച് പിഴിയുമ്പോഴൊക്കെ അത് പിഴിയുന്ന ആൾക്കാർ അവരുടെ വിരലുകൾ റെഡിയായിരിക്കുകയാണ് അതിനെ ഇടിച്ച് പിഴിയാൻ. അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം കിട്ടും അതിനെ പിഴിഞ്ഞെടുക്കാമെന്ന നിലയിൽ. ആർക്ക് വേണ്ടി? എല്ലാറ്റിൻ്റെയും നാഥനായ ഇന്ദ്രന് വേണ്ടി. ഇവരെന്തിനു വേണ്ടിയാണ് ആകാംക്ഷയോടെ ഇരിക്കുന്ന? ആ ഇടിച്ചു പിഴിയണം. ആർക്ക് വേണ്ടി? ഇന്ദ്രന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എവിടെ? അങ്ങ് ആകാശത്തിൽ മഴ പെയ്യിക്കാനിരിക്കുന്ന ഇന്ദ്രന് വേണ്ടി. അങ്ങനെ അവർ ഇടിച്ച് പിഴിയുമ്പോൾ അത് എവിടത്തേക്ക് വീഴുന്നു? അങ്ങനെയുള്ള സോമമാണ് ഈ കലശത്തിൽ വീഴുന്നത്. അതാണ്
അവിടെ പ്രേരിപ്പിക്കുക. എന്തിനാ? മഴ പെയ്യിക്കുവാൻ പ്രേരിപ്പിക്കുക. ഇനി 255 ദിവ്യതയും തേജസ്സും ചൈതന്യവും പരിശുദ്ധവും തികഞ്ഞ സോമം. സോമത്തെ വർണ്ണിക്കുകയാണ്. ദിവ്യമാണ്, പരിശുദ്ധമാണ്, ചൈതന്യമുള്ളതാണ്, ആക്റ്റീവാണ്. സോമം ദേവതകളൊക്കെയായിട്ടാണ് സംസ്കരിക്കപ്പെടുന്നത്. അവിടെയുള്ള ഇന്ദ്രനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സംസ്കരിക്കുന്നത്. വായുവിന് വേണ്ടിയിട്ടാണ്, മേഘങ്ങൾ കൂടിച്ചേരാൻ വേണ്ടി മേഘങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിലൂടെ നമുക്കെന്ത് കിട്ടട്ടെ? അനേകം ധനം ലഭിക്കട്ടെ. അപ്പം ഇങ്ങനെ പാടുപെട്ട് ഇടിച്ചു കഴിഞ്ഞെല്ലാം അഗ്നിയിൽ അർപ്പിച്ച് അങ്ങ് പോകുമ്പോൾ മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ കൃഷിയെല്ലാം നല്ലോണം ഉണ്ടാവും. കന്നുകാലി സമ്പത്ത് വർദ്ധിക്കും, ധാന്യങ്ങളെല്ലാം ഉണ്ടാകും, നമ്മുടെ ധനവും വർദ്ധിക്കും. ഇനി 256 അതുകൊണ്ട് പറയാണ്, ദേവന്മാർക്ക് വേണ്ടി വർഷത്തെ എത്തിച്ചാലും. ഈ സോമത്തോട് പറയാണ്, നീ പോയിട്ട് ദേവന്മാർക്ക് വേണ്ടി വർഷത്തെ പ്രേരിപ്പിച്ചാലും. ദേവന്മാരെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവന്മാരാണ്. ഭൂമി ദേവതയാണ്, ഇവിടെയുള്ള ചെടികൾ ദേവതയാണ്, അവർക്കെല്ലാം വെള്ളം വേണം. അപ്പോൾ ദേവന്മാർക്ക് വേണ്ടി വർഷത്തെ എത്തിച്ചാലും അന്നം ലഭിക്കുന്നതിന് വേണ്ടി യഥേഷ്ടം മഴയെ എത്തിച്ച് ഞങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം സാധിക്കുക. നമുക്കെന്ത് വേണം? അന്നം കിട്ടണം, നല്ലവണ്ണം കൃഷിയെല്ലാം ഉണ്ടാകണം. അതിനുവേണ്ടി നീ എന്ത് വേണം? നീ ഞങ്ങൾക്ക് വേണ്ടി നല്ലവണ്ണം യഥേഷ്ടം പോയിട്ട് മഴ പെയ്യിപ്പിക്കുക. അതായത് സോമയാഗം കഴിയുമ്പോൾ അഗ്നിയിൽ അർപ്പിച്ച് അങ്ങ് അയക്കുമ്പോൾ നല്ല മഴ കിട്ടും. അതാർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്.